സായികുമാർ ബിന്ദു പണിക്കർ തമ്മിലുള്ള ഒരു അഭിമുഖമാണ് ഇപ്പോൾ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2-3 ദിവസത്തിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടാണ്. നേരത്തെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാണ് കേരളത്തിൽ. ഏകദേശം 10-20 വർഷമായിട്ട് കേരളത്തിലെ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സിനിമാ ആരാധക വൃന്ദങ്ങളൊക്കെ തന്നെ അറിയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ബിന്ദു പണിക്കർ സായികുമാർ തമ്മിലുള്ള പ്രണയവും അതിന് ശേഷം നടന്ന വിവാഹവും ഒക്കെ തമ്മിൽ ഉള്ള ഒരു അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ദുരിതവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചത് സായികുമാറിൻ്റെ കുടുംബമാണ്. അതായത് ആദ്യ ഭാര്യയും മക്കളും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും അത് സമൂഹത്തിൽ നിന്നുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും നേരിട്ടത് അവർ തന്നെയാണ്. എന്തു തന്നെയായാലും നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല. നിലവിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഈ വിഷയം നോക്കി കാണുമ്പോൾ എന്താണ് മനസ്സിലാകുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വന്തം കൊച്ചിനെ കളഞ്ഞിട്ട് കണ്ടവൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്നുവെന്ന് ട്രോൾ. ഇങ്ങനെയാണ് മിക്കവരും കമൻറ്റ്. അത് സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പം ഒരു വിഷയമെന്ന് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ താഴോട്ടുള്ള കമൻറ്റ് എന്ന് പറയുന്നത് ചിലർ നെഗറ്റീവ് തന്നെ ആയിരിക്കും, ചിലത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. എങ്കിലും കൂടുതലും വരുന്നത് പോസിറ്റീവ് ആണെങ്കിൽ തന്നെയും നെഗറ്റീവ് കമൻറ്റുകൾ ചിലപ്പോൾ ഒരെണ്ണം മതി. അത് നമുക്ക് വായിക്കുമ്പോഴായാലും അല്ലെങ്കിൽ സായികുമാറിനെ ഇഷ്ടപ്പെടുന്നവരായാലും ബിന്ദു പണിക്കരോട് അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ ഇഷ്ടപ്പെടുന്നവർ ഒക്കെ തന്നെ ആയാലും വെറും വൾഗറായിട്ട് തെറി പറയുന്നവരൊക്കെ ഉണ്ടാവും. എന്ത് തന്നെയായാലും അതവിടെ നിൽക്കട്ടെ. ഈ സ്വന്തം കുഞ്ഞിനെ കളഞ്ഞിട്ട് കണ്ടവൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്നതിന് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. അത് ഈ സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോഴാണ് മനുഷ്യന് മണ്ടത്തരം പറ്റി അല്ലെങ്കിൽ മണ്ടത്തരം പറയുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ അത് ഈ സ്വന്തം കുഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞെന്നൊന്നുമില്ല. ഈ ലോകത്ത് പിറന്നു വീഴുന്ന എല്ലാവരും കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഈ പറയുന്നവർ ഒരു സമയത്ത് കുഞ്ഞ് തന്നെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ എപ്പോഴാണോ ജനിച്ച് വീഴുന്നത് അവിടെ മുതലാണ് അവരുടെ ജീവിതം തുടങ്ങുക. ഒരു പക്ഷേ ഒരു കുഞ്ഞിന് മുമ്പ് ഒരു 10-20 വർഷത്തിന് മുമ്പൊക്കെ ഈ ലോകത്ത് എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അവർക്ക് ജന്മം കൊടുത്തിട്ടുള്ള വ്യക്തികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം. എന്ത് തന്നെയായാലും ഒരു ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ആകുന്നതിന് ശേഷമാണ്. ആ കുഞ്ഞായി അതിനെ വളർത്തി ഒരു 18-20 വയസ്സ് വരെ നോക്കി അതിന് ശേഷമാണ് ഈ കുഞ്ഞ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം, സ്വന്തം മക്കളോടുള്ളൊരു ഉത്തരവാദിത്വം ഏകദേശം കുറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ മാതാപിതാക്കൾ ചെയ്യുന്ന തെറ്റ് അല്ലെങ്കിൽ ശരിയോ തെറ്റോ ആകട്ടെ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട് ആ കുഞ്ഞുങ്ങളെ ആഡ് ചെയ്ത് സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഒരു നീതികേടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത് അതാണ്. കുഞ്ഞുങ്ങളുടെ വഴിയെ വിടുക. അവർ ഈ പറയുന്ന ജന്മം കൊടുത്ത അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ആയിരിക്കാം. അല്ലാതെ ആകാശത്ത് നിന്ന് ഒരു കുഞ്ഞ് താഴോട്ട് വീഴത്തില്ല. അതെന്തൊക്കെയെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. ഒന്നുകിൽ നല്ല ഒരു സ്വസ്ഥമായിട്ട് ജീവിതം നയിച്ചു പോകുന്ന 2 വ്യക്തികൾക്കിടയിൽ ജനിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കിടയിൽ എന്തെങ്കിലും വൈകാരികമായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ ജീവിക്കുന്നതിനിടയിലായിരിക്കും ഒരു കുഞ്ഞ് പ്രസവിക്കുക. ഇതൊന്നും തന്നെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മക്കളെ ആക്ഷേപിക്കാനായിട്ട് ആർക്കും ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുക. അവർക്ക് അവരുടേതായിട്ടുള്ള ഭാവിയുണ്ട്. അവർ വളർന്ന് വലുതായി വിദ്യാഭ്യാസത്തിലൂടെ അവരൊരു പുതു ലോകത്തെ അവർ സൃഷ്ടിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു കമൻറ്റ് തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇനി ഇവരെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ ജീവിതമാണ്, സിനിമാ ലോകമാണ്. 1-2 ആൾക്കാരെ മുഖാമുഖം കണ്ട് വളർന്നു വരുന്ന ഒരു മേഖലയല്ലത്. ഓരോ ദിവസവും 100 കണക്കിന് 500 കണക്കിന് ആൾക്കാരെ കണ്ട് അവരുമായിട്ടൊക്കെ ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിതം തന്നെയാണ് സിനിമാ ലോകം എന്ന് പറയുന്നത്. അതല്ലാതെ ഇങ്ങനെയുള്ള വാർത്തകളുടെ താഴെ വന്നിട്ട് വലിയ ഏതോ ലോക റെക്കോർഡ് നേടിയതുപോലെ അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് നേടിയതുപോലെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മനുഷ്യനുള്ള അവാർഡ് നേടിയ ആൾക്കാരൊക്കെ വന്നിട്ടാണ്
ഇങ്ങനെയുള്ള ഓരോ വാർത്തകളുടെ താഴെ വന്ന് കമൻ്റ് എഴുതുന്നത്. അവരൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങളെപ്പോലെ ഒരു മുറിക്കകത്ത് ഇരുന്ന് ചോറും കഴിച്ച് ബാത്റൂമിൽ പോയി അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുമായിട്ട് വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല സിനിമാ മേഖല. അതുപോലെ തന്നെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഇടപഴകി ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളെ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്, അവരുടെ സാഹചര്യമാണ് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് മരണം വരെ ആ സ്ത്രീയുമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ ആ പുരുഷനുമായിട്ട് ജീവിക്കണമെന്ന് ഒരു നിയമവും ഇവിടെ പറയുന്നില്ല. ഇവിടുത്തെ സുപ്രീം കോടതി പോലും പറയുന്നില്ല. പിന്നെ ആർക്കാണ് ഇത്ര വലിയ ദണ്ണം? ഈ ജീവിച്ച് പോകുന്ന ഈ ബിന്ദു അമ്മിണിക്കായാലും സായികുമാറിനോ അല്ലെങ്കിൽ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഈ ചിലർ വന്ന് വലിയ ഡയലോഗ് അടിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്ത് എവിടെയും സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. സായികുമാറും ബിന്ദു പണിക്കരും 2009 വിവാഹിതരായത്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. സായികുമാറിൻ്റെ ആദ്യ കുടുംബജീവിതം തകരാൻ കാരണം ബിന്ദു പണിക്കരുമായുള്ള പ്രണയമാണെന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. ആരാണിത് ഈ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത്? അതായത് ഇപ്പം ഒരു സംശയം എന്നൊക്കെ പറയുന്ന രീതിയിലാണ് മിക്കവരും ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്നിടുന്നത്. അതായത് ഭാര്യ ഭർത്താവിനെ ചിലപ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ പേരിലായിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉള്ളിലുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അത് ഭാര്യയും ചോദിക്കാം, ഭർത്താവും ചോദിക്കാം. അപ്പോൾ ഈ സിനിമാ മേഖലയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സായികുമാറിൻ്റെ ഭാര്യ സെറ്റിലുള്ളവർ, അതായത് സിനിമാ ഫീൽഡിൽ സായികുമാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും അവിടെ ഉള്ളവരെ ഫോൺ ചെയ്ത് ചോദിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സായികുമാർ. അതുപോലെ തന്നെ അങ്ങനെ ഒരാളെടുത്തോ രണ്ടോ പേരെടുത്തോ ഒന്നും തന്നെയല്ല, അത് മിക്കവരിടത്തും വിളിച്ച് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഈ ബിന്ദു പണിക്കരുടെയും സായികുമാറിൻ്റെയും ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ദിലീപ് മഞ്ജു വാര്യർ അവരുടെ ദാമ്പത്യം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ജീവിതവും മനസ്സിലാകുന്നത്. ഏകദേശം സാമ്യമുള്ള ഒരു ജീവിത രീതിയാണ് ഇവർ രണ്ട് കുടുംബങ്ങളും അല്ലെങ്കിൽ രണ്ട് ദമ്പതികളും വച്ച് പുലർത്തി പോകുന്നത്. അപ്പോൾ മഞ്ജു വാര്യരും ഏകദേശം സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അനേകം ബന്ധങ്ങളുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു സ്റ്റാർഡം ഉള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഒറ്റ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വിവാഹത്തോടു കൂടി മഞ്ജു വാര്യൻ്റെ സിനിമാ ജീവിതം മാറി ദിലീപ് മാത്രം സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അനേകം സുഹൃത്തുക്കളുള്ളതാണ്. അതായത് ദിലീപ് ജോലി ചെയ്യുന്ന ഇടത്ത് പോലും മഞ്ജു വാര്യരുമായിട്ട് ഏറ്റവും ബന്ധമുള്ള സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ ഓരോ സെക്കൻഡ് വിവരങ്ങളും മഞ്ജു വാര്യരിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് ദിലീപ് വിചാരിക്കുന്നത് മഞ്ജു വാര്യർ ഇതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ മഞ്ജു വാര്യർ എൻ്റെ മുമ്പിൽ ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് അന്ന് ഒരു പക്ഷേ ദിലീപ് വിചാരിച്ചിരുന്നത്. എന്തു തന്നെയായാലും ഒരു ദിവസം കൊണ്ടൊന്നും ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് കുഞ്ഞായതിന് ശേഷം മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട് പ്രണയം ഉണ്ടായിരുന്നെന്നൊക്കെയാണ് മിക്ക വാർത്തകളും പറയുന്നത്. എന്തായാലും ഒരു സഹോദരിയെ പോലെ കരുതുന്ന ഒരു പുരുഷൻ എന്തായാലും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അതിൽ ഒരു കുഞ്ഞുണ്ടായി ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എവിടെയാണ് അവരെ അതിനുള്ള രീതിയിൽ പ്രാപ്തരാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അവരെ സ്ട്രെസ് ഉണ്ടാക്കുമ്പോഴാണ്. അവരെ മാനസികമായിട്ട് അതിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും. അത് സിനിമാ മേഖലയിലല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന വ്യക്തികൾ മരണം വരെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നിയമം വേണം എന്നൊന്നും ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യയിലെന്നല്ല എവിടെയും ഇല്ല. ആ കുഞ്ഞ് ഇവർ മരണം വരെ ആ കുഞ്ഞ് ഉണ്ടാവണം. അതായത് ഒരു അച്ഛൻ അമ്മ മകൾ അല്ലെങ്കിൽ ഒരു അച്ഛൻ അമ്മ മകൻ, ഇത് എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്ര നാൾ ഉണ്ടാവണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. മാനസികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ പേരിൽ അവർ വിട്ട് മാറി നിൽക്കും. ഒരു പക്ഷേ എത്രമാത്രം മാനസികമായിട്ട് വൈകാരികതയോടെ ജീവിക്കുന്ന കുടുംബങ്ങളിലൊക്കെ തന്നെ ഉപദ്രവമാണ്. ഇപ്പം ദിലീപ് മഞ്ജു വാര്യർ വേർപിരിഞ്ഞതാണ് ഇവർക്ക് പ്രശ്നം.
ഇവിടെ നാട്ടിൽ ഭാര്യയെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള പീഡനങ്ങളൊക്കെ ചെയ്യുന്നതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ഈ പറയുന്ന ഇവരെ കുറ്റം പറയുന്നവർക്കും പ്രശ്നമില്ല. സായികുമാറും ബിന്ദു പണിക്കരുമായിട്ട് ജീവിക്കുന്നവരെ കുറ്റം പറയുന്നവർക്കോ ദിലീപ് മഞ്ജു വാര്യരെ കുറ്റം പറയുന്നവർക്കോ അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു, എന്തുകൊണ്ടാണ് അവർ വിവാഹം കഴിച്ചത്, ഇതൊക്കെയാണ് ഇവരുടെ മുന്നിൽ വരുന്ന ചോദ്യം. അപ്പോൾ ചുരുക്കി പറയാനുള്ളത്, മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സോടെ ജീവിക്കണമെങ്കിൽ, അതായത് ഒരു മനുഷ്യന് എല്ലാ വിഷമവും എല്ലാ സംഘർഷങ്ങളും ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തി ജീവിക്കണമെന്നുള്ളവർ ഒരു കാരണവശാലും ഡിവോഴ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. അവർക്ക് അതാണ് ഇഷ്ടം. അത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ദിവസം കിട്ടുന്ന ഒരു വേതനം അല്ലെങ്കിൽ ഒരു പ്രതിഫലം പോലെയല്ല സിനിമ ഫീൽഡ്. കോടികളാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ തൊഴിലെന്ന് പറയുന്നത് അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ജീവിതത്തേക്കാൾ ഉപരി അവർ ആ ഫീൽഡിനെ സ്നേഹിക്കും. അപ്പോൾ ഫീൽഡിനെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്. അപ്പോൾ ആ പണം ഒരു പക്ഷേ നിലനിൽക്കുന്നതിന് വേണ്ടി അവർ നിയമപരമായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ സായികുമാറിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സായികുമാറിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരാളാണ് ബിന്ദു പണിക്കർ. അപ്പോൾ ബിന്ദു പണിക്കരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവിധ സ്ട്രെസ്സും മാറി അദ്ദേഹത്തിന് ഫ്രീ ആയി ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലാണ് ബിന്ദു പണിക്കറിലേക്ക് അല്ലെങ്കിൽ ബിന്ദു പണിക്കരുമായിട്ടുള്ള ജീവിതത്തെ സായികുമാർ സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് ദിലീപിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം എത്ര വർഷം മഞ്ജു വാര്യരുമായിട്ട് ദിലീപ് ജീവിച്ചാലും അവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും അത് സ്റ്റോപ്പാവില്ല. ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കും. ഇത് അനുഭവിക്കുന്നത് മഞ്ജു വാര്യരും ദിലീപും മാത്രമാണ്. അല്ലെങ്കിൽ കൂടെയുള്ള മകള്, ദിലീപിൻ്റെ മകളായിട്ടുള്ള ആ പെൺകുട്ടിയായിരിക്കും. ഇവർ 3 പേരും എല്ലാം കടിച്ചമർത്തി ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ പറയുന്ന നെഗറ്റീവ് കമൻ്റ് ഇടുന്ന വ്യക്തികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നേരെ മറിച്ച് അവർക്കുള്ള ജീവിതം അവർക്ക് ബെറ്ററായിട്ട് കൊണ്ടുപോകണമെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ സ്ട്രെസ്സും മാറ്റാനായിട്ട് അവർ ശ്രമിക്കും. അതിന് നിയമപരമായിട്ട് പോകും. അപ്പം ദിലീപും മഞ്ജു വാര്യരും അവർ ഡിവോഴ്സ് ചെയ്തു. കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം അവർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. മഞ്ജു വാര്യർ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. യാതൊരു ബുദ്ധിമുട്ടും അവർക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സായികുമാറിൻ്റെയും ബിന്ദു പണിക്കരുടെയും ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, അവർ ആദ്യ ഭാര്യ എന്ന് പറയുന്ന അവരുടെ ഭാഗത്ത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. ഒരു പക്ഷേ മാനസികമായിട്ട് കൂടുതൽ സ്ട്രെസ്സ് കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം സായികുമാറിനെ ബിന്ദു പണിക്കരിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. അവർ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്നതെന്നും ബന്ധം സ്നേഹം എന്നൊന്നും പറയുന്നതൊന്നും തെറ്റല്ല. പക്ഷെ അത് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അതിലേക്ക് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ പറ്റി നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിനുള്ളിൽ അവർക്ക് ഇണങ്ങുന്ന രീതിയിൽ, അവർക്ക് യോജിക്കുന്ന രീതിയിൽ അവർ ജീവിക്കും. അത് നിയമത്തിൻ്റെ പരിരക്ഷയോടെ തന്നെ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊന്നുമില്ല.